SSLC എക്സാമിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് ഇനി ബയോളജിയുടെ എക്സാമും കൂടിയാണ് ഉള്ളത് അല്ലെ. അപ്പൊ എല്ലാവരും ഇനി അതും കൂടി എങ്ങനെയെങ്കിലും ഒന്ന് നന്നായിട്ട് എഴുതാൻ പറ്റിയാൽ മതി എന്നൊരു ഇതിലായിരിക്കും നിങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കാം. അപ്പൊ എന്തായാലും മിസ് നമുക്ക് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സംശയമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഓരോ ചാപ്റ്ററിൽ നിന്നും എന്തൊക്കെ പഠിക്കണം, പ്രത്യേകിച്ച് ഫസ്റ്റ് ടേമിലെയും സെക്കൻഡ് ടേമിലെ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല. അതൊക്കെ നിങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് പോകുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അതൊക്കെ ഒന്നും കൂടി ഒന്ന് തിരിച്ച് അങ്ങോട്ട് പോയി എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, ഏതൊക്കെയാണ് ഓരോ ചാപ്റ്റേഴ്സിലും വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. അപ്പൊ അത് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരും. ത്രൂ ഔട്ട് നിങ്ങൾ ഈ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ നിങ്ങൾ കാണുക കേട്ടോ. യെസ് ഓക്കെ. അപ്പൊ മൊത്തം 8 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഓരോ ചാപ്റ്ററിൽ നിന്നും നമ്മൾ പറയുന്ന കുറച്ച് ടോപ്പിക്കുകൾ അല്ലെ, ആ ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് മക്കൾ മനസ്സിലാക്കി വെക്കുക. ആ ടോപ്പിക്സ് നിർബന്ധമായും നിങ്ങൾ പഠിച്ചിരിക്കണം. കാരണം നിങ്ങൾക്ക് അറിയാലോ, ബയോളജി എന്ന് പറയുന്നത് ഫിസിക്സോ കെമിസ്ട്രിയോ മാത്സ് പോലെയല്ല, ധാരാളം ടോപ്പിക്സ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഓരോ ചാപ്റ്ററിൽ നിന്നും ഉണ്ടാകും. ഏത് ടോപ്പിക്കിൽ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഞങ്ങൾ പറയുന്ന ടോപ്പിക്സ് നിങ്ങൾ എന്തായാലും കവർ ചെയ്യണം. ആക്ച്വലി നമുക്ക് മിസ്സേ ഓരോ ചാപ്റ്ററിൽ നിന്നും നമുക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുണ്ടാവും. കാരണം അതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് കാരണം പറഞ്ഞത്, ബയോളജിയാണ്, എവിടെ നിന്ന് വേണമെങ്കിലും ചോദ്യം വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. അപ്പൊ ചില ടോപ്പിക്കുകളൊക്കെ മക്കൾ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ ഇതൊന്നും ഇമ്പോർട്ടന്റ് അല്ല എന്ന് കരുതി വിടുന്ന കാര്യങ്ങളുണ്ടാവും. പക്ഷെ അതൊക്കെ പലതും അതിൽ ഇമ്പോർട്ടന്റ് ആയിരിക്കും. അപ്പൊ അത് നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ നമ്മൾ ഇന്നിപ്പോ ടോപ്പിക്സും കാര്യങ്ങളും പറഞ്ഞു തരും. ഇനി ഇതിന്റെ കാര്യങ്ങൾ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ലൈവിലാണ് ഡിസ്കസ് ചെയ്യുക. അതെല്ലാം നിങ്ങൾ ലൈവിലേക്ക് വരണം. ലൈവിലാണ് നമ്മൾ ഇതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ പറയുന്നുണ്ടായിരിക്കുക. അപ്പൊ എന്തായാലും നമുക്ക് ഓരോ ചാപ്റ്റേഴ്സിൽ ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് നമ്മളിങ്ങനെ പറയാം. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ്, അറിയാനും പ്രതികരിക്കാനും എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ന്യൂറോണിന്റെ സ്ട്രക്ചർ ആണ്, ന്യൂറോണിന്റെ ഘടനയാണ്. കാരണം ഈ ഘടന ചോദിക്കാത്ത ചോദ്യ പേപ്പറുകൾ വളരെ കുറവാണ്. വരയ്ക്കാൻ പഠിക്കണം അല്ലെ, പിക്ചർ അത് വരച്ച് ലേബൽ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അപ്പൊ എങ്ങനെ ചോദ്യം വരിക എന്ന് വെച്ചാൽ നിങ്ങളോട് റീഡ്രോ ചെയ്യാൻ പറയും, പകർത്തി വരയ്ക്കാൻ പറയും. അതിനോടൊപ്പം തന്നെ തന്നിരിക്കുന്ന ഫങ്ഷൻസ്, കുറെ ധർമ്മങ്ങൾ തന്നിട്ടുണ്ടാവും. അത് ഏത് ഭാഗത്തിന്റെ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ ഭാഗം, ആ ഒരു പാർട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, വരച്ച് ലേബിൾ ചെയ്യാനായിട്ട് അല്ലെ. യെസ്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് കൂടാതെ തന്നെ നിങ്ങൾ മൈലിൻ ഷീത്ത് പഠിക്കണം. മൈലിൻ ഷീത്തിന്റെ ഫങ്ഷൻ ചോദിക്കാറുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും കൂടുതൽ ശരിക്കും ഡയഗ്രാംസ് വരുന്ന ചാപ്റ്റേഴ്സ് ആണ് നമ്മുടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ചാപ്റ്റേഴ്സ്. ഒന്നും വരും, പക്ഷെ ഒന്നും രണ്ടിലും ഇതുപോലെ കുറെ നിങ്ങൾക്ക് പകർത്തി വരയ്ക്കാനുള്ള കാര്യങ്ങൾ ധാരാളമായിട്ട് ഉണ്ടായിരിക്കും. യെസ്. ഇത് കൂടാതെ ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ് അല്ലെ, അതായത് എങ്ങനെയാണ് ആവേഗങ്ങളുടെ സംപ്രേഷണം നടക്കുന്നത്, ഒരു ആവേഗം എങ്ങനെ ഉണ്ടാവുന്നു, അതിന്റെ സംപ്രേഷണം എങ്ങനെ നടക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സിനാപ്സ് എന്ന് പറയുന്നത്. യെസ്, സിനാപ്സ് നിങ്ങളുടെ സിനാപ്സ് സിനാപ്സ് പല രീതിയിൽ ചോദിക്കും. ചിലപ്പോൾ സിനാപ്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡയഗ്രാം തെറ്റിച്ച് തന്നിട്ട് നിങ്ങളുടെ അടുത്ത് കറക്റ്റ് ചെയ്യാനൊക്കെ പറയും. അതുപോലുള്ള ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാറുണ്ട്. അപ്പൊ സിനാപ്സിന്റെ ഭാഗം അറിഞ്ഞിരിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ മക്കളെ ഈ നാഡികൾ, നെർവ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നമുക്കൊരു 50-50 ചാൻസ് മാത്രമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു നാഡീ വ്യവസ്ഥ, കേന്ദ്ര നാഡീ വ്യവസ്ഥ, പെരിഫറൽ നാഡീ വ്യവസ്ഥ, എത്ര ജോഡി നാഡികളാണുള്ളത്, ഇതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ. ഏറ്റവും ഇമ്പോർട്ടന്റ് വരാൻ പോകുന്നത് നമ്മുടെ ബ്രെയിൻ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിക്ചറും ഓരോ ഭാഗങ്ങളും, സെറിബ്രോം, സെറിബെല്ലും, അങ്ങനെ ഓരോന്നും, തലാമസ്, ഓരോന്നിന്റെ ഫംഗ്ഷൻ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയണം. ഫംഗ്ഷൻ തന്നിട്ട് പാർട്ട് ഐഡന്റിഫൈ ചെയ്യാനും ലേബൽ ചെയ്യാനും പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ ബ്രെയിൻ അഥവാ മസ്തിഷ്കം എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഇതുപോലെ ഇമ്പോർട്ടന്റ് ആണ് സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡും ഇതുപോലെ നിങ്ങൾ എന്താണ് വരയ്ക്കാനും ലേബൽ ചെയ്യാനും പഠിച്ചിരിക്കണം. അതിലെ ഡോർസൽ റൂട്ട്, വെൻട്രൽ റൂട്ട്, സെൻട്രൽ കനാൽ, ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് പഠിച്ചിരിക്കണം. ആൻഡ് ഓൾസോ റിഫ്ലെക്സ് ആക്ഷൻ, റിഫ്ലെക്സ് പ്രവർത്തനങ്ങൾ. ഇതൊരു ഫ്ലോ ചാർട്ട് ആണ് എപ്പോഴും ചോദിക്കാറ് കേട്ടോ. അപ്പൊ ഈ ഫ്ലോ ചാർട്ട് പഠിക്കണം. എന്താണ് സ്പൈനൽ റിഫ്ലെക്സ്, എന്താണ് സെറിബ്രൽ റിഫ്ലെക്സ് എന്നും പഠിക്കണം. പിന്നെ റിഫ്ലെക്സ് ആർക്ക് എപ്പോഴും ചോദിക്കാറുള്ള കാര്യമാണ്. നമ്മുടെ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തിലാണ് സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് സിസ്റ്റം വരുന്നത് അല്ലെ. അതില് ഈ സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥകൾ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ അടിയന്തര സാഹചര്യങ്ങളിൽ മാറ്റം കൊണ്ടുവരുന്നത്, ഓരോ അവയവങ്ങളിലും വരുന്ന മാറ്റം എന്താണെന്ന് എടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ. ആൻഡ് ഓൾസോ ഡിസോർഡേഴ്സ്, വെരി ഇമ്പോർട്ടന്റ്, വളരെ പ്രധാനപ്പെട്ട പാർക്കിൻസൺസ്, അൾഷിമേഴ്സ്, ആ കാര്യങ്ങൾ, എപ്പിലെപ്സി, അത് 3 അല്ലെ. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഡിസോർഡേഴ്സ് പഠിക്കാതെ പോകരുത്, ആ ടേബിൾ കൃത്യമായിട്ട് നോക്കണം കേട്ടോ. യെസ്. അപ്പൊ അതാണ് കാര്യമായിട്ട് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ ഉള്ളത്. ഇപ്പൊ ഇതിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ 2 മാർക്കിനും 3 മാർക്കിനും ഒക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇപ്പൊ ചില കാര്യങ്ങൾക്ക് മിസ് നേരത്തെ പറഞ്ഞ 50-50 ചാൻസ് ആണ് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ. പിനോസിന്റെ കാര്യങ്ങൾ അതൊക്കെ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ കൊല്ലവും ചോദിക്കുന്നതല്ല. പക്ഷെ എന്നാലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ, നിങ്ങളത് വായിച്ചൊന്ന് പോയാലും മതി, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. യെസ്. ഇനി നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ വിൻഡോസ് ഓഫ് നോളജ് അഥവാ അറിവിന്റെ വാതായനങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം ആദ്യത്തെയാണ് കണ്ണ്. നമ്മളെ കണ്ണ് അല്ലേ. യെസ്, ഐ.
ഐ എന്ന് പറയുമ്പോൾ കണ്ണിന്റെ എല്ലാം പഠിക്കണം. കണ്ണിന്റെ എല്ലാം എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ പോയിന്റ്സ് എഴുതുന്നില്ല, പക്ഷെ പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതി. ഇപ്പൊ കണ്ണ് നമ്മൾ പറയുകയാണെങ്കിൽ കണ്ണിന്റെ ആ ഒരു പിക്ചർ വരയ്ക്കാൻ അതിൽ ഓരോ ഭാഗങ്ങളും, അതിൽ ഓരോ 3 ലെയേഴ്സിൽ കാണുന്ന ഭാഗങ്ങൾ, അതിന്റെ ഫംഗ്ഷൻ അത് അറിഞ്ഞിരിക്കണം. ആൻഡ് ഓൾസോ ചോദ്യം വരാറുള്ളത് നമ്മൾ നേരത്തെ ബ്രെയിനും ന്യൂറോണും ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഭാഗങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് അല്ലെ, അതാണ് അവർ കൊടുക്കുക. അവിടെ എന്താണ് ഫംഗ്ഷൻ, ധർമ്മം കൊടുക്കും, ഏത് ഭാഗമാണെന്ന് കണ്ടുപിടിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ലേബൽ ചെയ്യാൻ. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് എക്വസ് ദ്രവവും വിട്രിയസ് ദ്രവവും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ചേംബർ ഏത്, അറ ഏതാണ്, അവിടെയുള്ള ദ്രവം ഏതാണ്, ഫംഗ്ഷൻ എന്താണെന്ന് അത് കൃത്യമായി ചോദിക്കും. പിന്നെ അതുപോലെ തന്നെ അതിലെ റേഡിയൽ മസിൽസും സർക്കുലർ മസിൽസും, വലയ പേശികളും റേഡിയൽ പേശികളും, അത് തമ്മിലുള്ള വ്യത്യാസം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ അതിൽ വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എല്ലാം ഒന്ന് ഓടിച്ചു പോവുക. ഇപ്പൊ റോഡോപ്സിൻ, അതേപോലെ തന്നെ മെയിൻ ആയിട്ട് വരുന്ന സംഭവമാണ് ഫോട്ടോ റിസെപ്റ്റേഴ്സ്, കോൺ സെല്ലും റോഡ് സെല്ലും, കോൺ കോശവും റോഡ് കോശവും. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് നിങ്ങൾ വ്യത്യാസം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതിൽ കാണുന്ന വർണ്ണങ്ങൾ, പിഗ്മെന്റുകൾ ഏതാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. അത് ചോദിക്കും, അത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അത് 1 മാർക്കിനൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഈ വേർഡ് പെയർ റിലേഷൻ കണ്ടെത്തി ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നതാണ് ഈ ഫോട്ടോ റിസെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ കണ്ണിൽ നിങ്ങൾ ഒരിക്കലും വിടാൻ പാടില്ലാത്ത കാര്യമാണ് കണ്ണിന്റെ ഡിസോർഡേഴ്സ്. വെരി ഇമ്പോർട്ടന്റ്, പ്രധാനപ്പെട്ട കാര്യമാണ് കണ്ണിന്റെ ഡിസോർഡേഴ്സ്. എന്തെങ്കിലും ഒരു ചോദ്യം അതിൽ നിന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. ആ ഡിസോർഡേഴ്സ്, കൺജങ്ക്ടിവൈറ്റിസും, എന്താ പറയുക, കളർ ബ്ലൈൻഡ്നെസ്, നൈറ്റ് ബ്ലൈൻഡ്നെസ്, ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. യെസ്. ആൻഡ് ഓൾസോ അതിൽ ഇങ്ങനെയും ചോദ്യം ചോദിക്കാറുണ്ട്, അതായത് എങ്ങനെ പരിഹരിക്കാം അല്ലെ, പരിഹരിക്കാം, അതായത് രോഗം എന്ത്, രോഗത്തിന് കാരണം എന്ത്, കൂടെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത്. നിങ്ങൾക്ക് ലേസർ സർജറി എന്നൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, വൈറ്റമിൻ എ ഉള്ള ഭക്ഷണം കഴിക്കുക, ഇങ്ങനത്തെ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അതൊക്കെ സ്ട്രെസ് കൊടുത്ത് നിങ്ങൾ പഠിക്കണം, കാരണം അങ്ങനെ ചോദിക്കാറുണ്ട്. ഓക്കെ അല്ലേ? ആൻഡ് അതിന്റെ കൂടെ എനിക്ക് തോന്നുന്നു ഷുവർ അല്ല ബൈനോക്കുലർ വിഷൻ, അതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അതാ ഞാൻ പറഞ്ഞത്, അങ്ങനത്തെ ചില ഭാഗങ്ങൾ നിങ്ങൾ ഇങ്ങനെ കുറെ സ്ട്രെസ് ചെയ്യേണ്ട, പക്ഷെ എന്താണ് ബൈനോക്കുലർ വിഷൻ ഒന്ന് നോക്കി അറിഞ്ഞിരിക്കുക. ഫ്ലോ ചാർട്ട്, എന്താ പറയാ, സെൻസ് ഓഫ് സൈറ്റ്, എങ്ങനെ കാഴ്ച ഉണ്ടാവുന്ന ഫ്ലോ ചാർട്ട് പഠിക്കാനുണ്ട് അല്ലെ. അത് ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളത് ചെവിയുടെയാണ്, എങ്ങനെ കേൾവി സാധ്യമാകുന്നു എന്നുള്ളതാണ്. ഇപ്പോഴൊക്കെ കുറച്ചുകൂടി ചോദിക്കാം മൂക്കും അതേപോലെ തന്നെ നാക്കും, അങ്ങനെയാണ് ചോദിക്കാറുള്ളത്. പക്ഷെ എന്നാലും ഫ്ലോ ചാർട്ട് ഒന്ന് നിങ്ങൾക്ക് നോക്കി വെക്കാം മക്കളെ. ചെവി ഇയറിലേക്ക് വരുന്ന സമയത്തും ഇതേപോലെ തന്നെ കണ്ണുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ചെവി എന്ന് പറയുന്നത്. ലേബൽ ചെയ്യണം. അതിൽ ഓരോ ഭാഗത്തിന്റെയും പ്രത്യേകത, ഈവൻ ആ യൂസ്റ്റേഷൻ ട്യൂബിന്റെ അടക്കം ഫംഗ്ഷൻ ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. അതിൽ തന്നെ എനിക്ക് തോന്നുന്നു ഇയറോസിക്കിൾസ്, അസ്ഥിശൃംഖലയും അതിന്റെ കൂടെ തന്നെ നമ്മളെ ഇന്റേണൽ ഇയർ ഉണ്ടാവില്ല, ആന്തരകർണം, അതിൽ ABC എന്ന് പറഞ്ഞു തന്നിട്ട് ആ ഭാഗങ്ങൾ ഏതാണ്, അതിന്റെ ധർമ്മം എന്താണെന്ന് ചോദിക്കാറുണ്ട്. അതിൽ തന്നെ ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മുടെ ശരീരത്തിന്റെ തുലന നില പാലിക്കുക, ഇയർ ബാലൻസിങ്, ബോഡി ബാലൻസിങ് ഏതാണെന്നുള്ളതും, അതുപോലെ തന്നെ എന്താണ് കാഴ്ച സാധ്യമാക്കുന്ന ഭാഗം ഏതാണെന്നൊക്കെ സെപ്പറേറ്റ് ചോദിക്കാറുണ്ട് കേട്ടോ. യെസ്, അവിടെ ഫ്ലോ ചാർട്ട് ഉണ്ട് അല്ലെ, ഫ്ലോ ചാർട്ടും ഉണ്ട്, ഇയർ ബാലൻസിങ് സെപ്പറേറ്റ് പഠിക്കണം. അപ്പൊ കേൾവിയുടെ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ആ ഫ്ലോ ചാർട്ട് അറിഞ്ഞിരിക്കുക. ഇതേപോലെ തന്നെ വെസ്റ്റിബിൾ, ഇപ്പൊ അതിൽ തന്നെ ഇന്നർ ഇയർ ആണ് അധികവും കൂടുതൽ മാർക്കിന് ചോദിക്കാറില്ല. ഇപ്പൊ 3 മാർക്സിനുള്ള ക്വസ്റ്റൻ ഒക്കെ ഇന്നർ ഇയറിൽ നിന്നാണ് വരിക. മിഡിൽ ഇയറിൽ നിന്നൊക്കെ യൂഷ്വലി ഐദർ 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കിനാണ് മിഡിൽ ഇയർ യൂസ്റ്റേഷൻ ട്യൂബിന്റെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുള്ളൂ. അതിലൊരു 3 മാർക്സ് ക്വസ്റ്റൻ ഒന്നും അങ്ങനെ ഉണ്ടായിരിക്കാറില്ല പൊതുവെ. പക്ഷെ ഇന്റേണൽ ഇയർ 3 മാർക്സിന് എപ്പോഴും ചോദിക്കുന്നതാണ്. വിത്ത് ഫ്ലോ ചാർട്ട് നിങ്ങൾ പഠിക്കാം. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ വരുന്നത് നമ്മുടെ ടങ് ആണ്. ഓക്കെ, ടങ് കാരണം കുറെ നാൾ ഒട്ടും ഇമ്പോർട്ടന്റ് അല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ടങ്ങൊന്നും നോസിന്നും ക്വസ്റ്റ്യൻസ് വളരെ കുറവായിരുന്നു, നാക്കുന്നും മൂക്കൊന്നും അങ്ങനെ ചോദിക്കാറില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരു ഇതിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടേസ്റ്റും സ്മെല്ലും ഇതിന്റെ രണ്ടും. പക്ഷെ ഇതിൽ നിങ്ങൾക്ക് ആകെ പഠിക്കാനുള്ള ഫ്ലോ ചാർട്ടാണ്. നിങ്ങൾ ആ ഫ്ലോ ചാർട്ട് പഠിച്ചാൽ മതി. ആ ഫ്ലോ ചാർട്ട് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞു ആ ചാപ്റ്റർ. ആ ഭാഗം കഴിഞ്ഞു. ആ ഒരു ഫ്ലോ ചാർട്ട് പഠിക്കാനുള്ളതേ അതിൽ 2 ഉള്ളൂ. അതിൽ നിന്ന് വേറെ കാര്യമായിട്ടൊന്നും ചോദിക്കാറില്ല, അത് അറിഞ്ഞാൽ മതി. ആൻഡ് ഫൈനലി ഇത് കാരണം എപ്പോഴും മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അതൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. യെസ്, എന്തായാലും മാച്ച് ദ ഫോളോയിങ് എനിക്ക് തോന്നുന്നു, എന്താ പറയാ, മാച്ച് ദ ഫോളോയിങ് മാത്രമല്ല രണ്ടും ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. 4 പഠിക്കാറുള്ളൂ, ആ 4 റിസെപ്റ്റേഴ്സും പഠിക്കാം. ഇനി നമ്മൾ നമ്മുടെ കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാസിസ് അല്ലെ, ഈ ഒരു ചാപ്റ്ററിലേക്ക്, 3ാമത്തെ ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് എല്ലാ ഗ്ലാൻഡുകൾ, അതായത് അന്തസ്രാവി ഗ്രന്ഥികൾ, ഏതൊക്കെ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഉണ്ടോ എല്ലാ ഗ്രന്ഥികൾ പഠിക്കണം. ഹോർമോൺസിന്റെ പേര് പഠിക്കണം, ഹോർമോൺസിന്റെ ഫംഗ്ഷൻ പഠിക്കണം, രോഗങ്ങൾ പഠിക്കണം. ഈ 4 കാര്യങ്ങൾ നിർബന്ധമായും പഠിക്കണം. നമുക്ക് ആക്ച്വലി ഇങ്ങനെ എഴുതാനില്ല, എനിക്ക് തോന്നുന്നു എല്ലാം എന്നുള്ളോണം അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയും ഫൈനൽ എക്സാമിന് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ചാപ്റ്റേഴ്സിൽ ഒന്ന് ഫസ്റ്റ് ചാപ്റ്റർ, ഒന്ന് സെക്കൻഡ് ചാപ്റ്റർ, ഒന്ന് തേർഡ് ചാപ്റ്റർ, ഒന്ന് ഫോർത്ത് ചാപ്റ്റർ. ശരിക്കും ആദ്യത്തെ ടേമിലെ 4 ചാപ്റ്റേഴ്സിനാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിലുള്ള എല്ലാം ഈ തേർഡ് ചാപ്റ്ററിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും അതെങ്ങനെ മിസ് എല്ലാം എന്നുള്ളപ്പോൾ എല്ലാം പഠിക്കണം.
നമുക്ക് വേറെ നിവൃത്തിയില്ല, നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. അതിലുള്ള ഓരോ ഗ്ലാൻഡുകളും അതിന്റെ ഫംഗ്ഷനും ഈ പറയുന്ന പോലെ എങ്ങനെയാണ് അത് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഇത് തന്നെ കഴിഞ്ഞ പ്രാവശ്യം ശരിക്കും നമ്മൾ എല്ലാ ഗ്രന്ഥികളും ഹോർമോൺസ് ഫംഗ്ഷൻസ് ഒക്കെ പഠിച്ചു പോയിട്ട് ചോദിച്ചൊരു കാര്യം എങ്ങനെയാന്ന് വെച്ചാൽ എങ്ങനെയാണ് ഈ ഹോർമോണുകൾ ടാർഗറ്റ് സെല്ലിൽ അല്ലെ, അതായത് ലക്ഷ്യകോശത്തിൽ പ്രവർത്തിക്കുന്നത്. നമ്മൾ ചാപ്റ്റർ തുടങ്ങുമ്പോഴാണ് നമുക്കത് പഠിക്കാനുള്ളത്. അതിന്റെ ചിത്രം തന്നിട്ട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഓൾസോ പാൻക്രിയാസ് പഠിക്കണം നിങ്ങൾ. ഇൻസുലിൻ ഗ്ലൂക്കഗോണിന്റെ ഫംഗ്ഷൻ എപ്പോഴും ചോദിക്കാറുണ്ട്. ഡയബറ്റിസ് അല്ലെ, പ്രമേഹ രോഗം, അതിന്റെ സിംറ്റംസ് എന്താണ് എന്നുള്ളത് ചോദിക്കാറുണ്ട്. തൈറോയിഡ്, പാരാതൈറോയിഡ്, അതിന്റെ ഫംഗ്ഷൻസ് എല്ലാം അറിയണം കേട്ടോ. എല്ലാ കാര്യങ്ങളും അഡ്രിനാലൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അഡ്രിനൽ ഗ്ലാൻഡിൽ എല്ലാം, അതായത് അഡ്രിനാലിൻ, നോറഡ്രിനാലിൻ, ആൽഡോസ്റ്റിറോൺ അതെല്ലാം ചോദിക്കാറുണ്ട്. യെസ്, അതേപോലെ തന്നെ സെക്സ് ഹോർമോൺസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ ചിത്രം തന്നിട്ടാണ് ഗ്രന്ഥി ഏതാന്ന് ചോദിക്കാറ്, ഹോർമോൺസ് ഏതാന്ന് ചോദിക്കാറ്. കൃത്യമായിട്ട് നോക്കണം. പിന്നെ ഇതിൽ ചോദിക്കുന്ന ഒരു കാര്യം കൂടെ നമ്മുടെ ഫെറോമോൺസ്. വെരി ഇമ്പോർട്ടന്റ്. ഫെറോമോൺസ് വളരെ, കാരണം അത് ചെറിയൊരു ഭാഗത്തെ പറയുന്നുള്ളൂ എന്നുണ്ടെങ്കിലും 2 മാർക്കിന് ചോദിക്കാറുള്ള ഒരു ഭാഗമാണ് ഫെറോമോണുകൾ എന്ന് പറയുന്നത്. അതും നിങ്ങൾ നോക്കിയിരിക്കണം. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി യെസ്, പ്ലാന്റ് ഹോർമോൺസ്. എപ്പോഴും ശ്രദ്ധിച്ചോ, പ്ലാന്റിനെ പറ്റി വളരെ കുറച്ചേ പഠിക്കാനുള്ളൂ എന്നുള്ളതുകൊണ്ട് അതിൽ നിന്ന് ഉറപ്പായിട്ടും ചോദിക്കും. അപ്പൊ പ്ലാന്റ് ഹോർമോൺസ് 5 എണ്ണം പഠിക്കുക, 5 എണ്ണത്തിന്റെ ഫംഗ്ഷൻ. അതുപോലെ നേരത്തെ ഞാൻ ഓൾറെഡി പറഞ്ഞു രോഗങ്ങൾ പഠിക്കുക. ക്രെറ്റിനിസം, മിക്സെഡിമ, ഗോയിറ്റർ അല്ലെ, പിന്നെ ജൈജാൻഡിസം അല്ലെ, വാമനത്വം, കുറെ രോഗങ്ങൾ പഠിക്കാനുണ്ട്. ഡയബറ്റിസ് ഇൻസിപ്പിഡസ്, എല്ലാത്തിനും ചോദ്യങ്ങൾ ചോദിച്ചു കാണാറുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരൊറ്റ വലിയ ടേബിൾ തരും. അതിൽ കുറെ ഗ്രന്ഥി, കുറെ രോഗങ്ങള്, എന്താ പറയാ, കുറെ സിംറ്റംസ് അല്ലെങ്കിൽ ഹോർമോണിന്റെ ഫംഗ്ഷൻസ് അങ്ങനെ തരും. നിങ്ങൾ ഗ്യാപ്പ് ഫില്ല് ചെയ്യണം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എഴുതാൻ തന്നെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ 3rd ചാപ്റ്റർ. കമ്മിങ് ടു 4th ചാപ്റ്റർ, കീപ്പിംഗ് ഡിസീസസ് അവേ, അകറ്റി നിർത്താൻ രോഗങ്ങളെ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ആദ്യം പറയുന്ന ഡിസീസസ് ആണ്. മെയിൻലി ബാക്ടീരിയൽ ഡിസീസ് അല്ലെ, പറയുന്ന എല്ലാ രോഗങ്ങളും, ബാക്ടീരിയൽ ആയിക്കോട്ടെ, ഫംഗൽ ഡിസീസുകൾ ആയിക്കോട്ടെ, വൈറൽ ഡിസീസ് ആയിക്കോട്ടെ, പ്രോട്ടോസോവൽ ഡിസീസ് ആയിക്കോട്ടെ, എല്ലാം നിങ്ങൾ ആ രോഗങ്ങൾ പഠിക്കാം. ഓക്കെ, രോഗങ്ങൾ, അതിന്റെ ലക്ഷണം, അതിന്റെ രോഗകാരികൾ, അതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ സോൾവ് ചെയ്യല്ലേ നമ്മൾ പറയും രോഗം മാറ്റുക, അല്ലെങ്കിൽ അത് പ്രിവെൻഷൻ പഠിക്കണം. അതായത് എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളത് പഠിക്കണം. രോഗം വന്നു കഴിഞ്ഞാൽ ഏത് രീതിയിൽ ചികിത്സിക്കാം എന്നുള്ളത് പഠിക്കാം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ ട്രീറ്റ്മെന്റും അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കും. എസ്പെഷ്യലി ട്യൂബർകുലോസിസ് ഒക്കെ ചോദിക്കുമ്പോൾ എപ്പോഴും BCG ചോദിക്കാറുണ്ട്. ഡിഫ്തീരിയയുടെ ചിത്രം തന്നിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണാറുണ്ട്. പിന്നെ മലേറിയയുടെ കാര്യത്തിൽ എപ്പോഴും മലേറിയ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ അനോഫിലിസും ക്യൂലെക്സും എപ്പോഴും കൺഫ്യൂഷൻ വരുന്നുണ്ട്. അത് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കും. അതെ, അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതിൽ വരുന്നത് നമ്മുടെ ഡിസോർഡേഴ്സ് വരുമ്പോൾ ജനറ്റിക് ഡിസോർഡേഴ്സ് വെരി ഇമ്പോർട്ടന്റ്. ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയയുടെ, അതായത് അരിവാൾ രോഗമാണ്. ഈ അരിവാൾ രോഗത്തിന്റെ പിക്ചർ തന്നിട്ട് നിങ്ങളോട് രോഗം ഏത്, കാരണം എന്താണ് എന്നൊക്കെ നിങ്ങളോട് എടുത്ത് ചോദിക്കാറുണ്ട്. ആൻഡ് ഓൾസോ മക്കളെ ക്യാൻസർ വളരെ നമ്മൾ എപ്പോഴും വിട്ട് കളയുന്ന ഒരു ഭാഗം. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പറയുന്ന പോലെ ഇമ്പോർട്ടന്റ് അല്ല എന്ന് സ്കിപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ക്യാൻസർ എന്ന് പറയുന്നത്. പക്ഷെ ക്യാൻസറിന്റെ ക്വസ്റ്റൻ എന്തെങ്കിലുമൊക്കെ ഒരു ചോദ്യം ചോദിക്കും. എന്തെങ്കിലും ആയിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് അവയർനെസ് കൊണ്ടുവരാൻ പറ്റുക, അല്ലെങ്കിൽ ഒരു പൊതുബോധം എന്താണ് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുക, അങ്ങനെയുള്ള ജനറൽ കാര്യങ്ങൾ അടക്കം. ക്യാൻസർ എന്താണ്, ക്യാൻസർ എങ്ങനെ പടരുന്നു, കാരണം എന്താണ്, പിന്നെ അതിന്റെ ചികിത്സാ രീതികൾ ചോദിക്കാറുണ്ട് അല്ലെ, അത് ചോദിക്കും. അപ്പൊ ക്യാൻസറും സിക്കിൾ സെൽ അനീമിയ അതേപോലെ തന്നെ ഹീമോഫീലിയയും ഇതും ചോദിച്ചു വെക്കുക. ആൻഡ് ദെൻ ഫൈനലി അത് ഈ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ എപ്പോഴും വിട്ട് കളയുന്ന ഒരു ചെറിയൊരു ബോക്സ്, 3 സിസ്റ്റത്തിന്റെ ഫോട്ടോ തന്നിട്ട് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റവും നെർവസ് സിസ്റ്റവും അതേപോലെ തന്നെ സർക്കുലേറ്ററി സിസ്റ്റം, നെർവസ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, ഇത് 3ഉം ഒരു ഫോട്ടോ തന്നിട്ട് അതിനടിയിൽ 3 പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇതില്ലാത്ത എക്സാമുകൾ ഉണ്ടാവാറേ ഇല്ല. എപ്പോഴും അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ അത് ആ ടേബിൾ നോക്കുക, എന്താണ് നെർവസ് സിസ്റ്റത്തിനെ എങ്ങനെ ബാധിക്കുന്നു, ശ്വസന വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കുന്നു, അപ്പൊ അത് പുകവലി എങ്ങനെ ബാധിക്കുന്നു. അതായത് നിങ്ങൾക്ക് ഇത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ജീവിതശൈലി രോഗങ്ങളിലാണ് പഠിക്കാനുള്ളത്. ജീവിതശൈലി രോഗങ്ങളുടെ പെട്ടി കൊടുത്തിട്ടുണ്ടാവില്ല, ടേബിൾ പഠിക്കുക. അതിനേക്കാൾ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് സ്മോക്കിംഗ് ആൻഡ് ഇറ്റ്സ് ഹെൽത്ത്. അതിന്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന ടേബിളിൽ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. നമ്മുടെ അല്ലാത്ത കുറച്ച് ഈ ഡയബറ്റിസിന്റെ, അങ്ങനെ കുറച്ച് ഫാറ്റി ലിവർ, അങ്ങനെ പോലത്തെ ഒരു വേറൊരു ടേബിൾ അതിന് തൊട്ട് മുകളിൽ കൊടുത്തു. പക്ഷെ അതിൽ നിന്ന് അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല. ഇതാണ് ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ള ഇതാണ്. പിന്നെ അതിൽ ഏറ്റവും ഫൈനലി വരുന്നത് പ്ലാന്റ് ആൻഡ് ആനിമൽ ഡിസീസുകൾ. അത് ഉറപ്പായിട്ടും പഠിക്കണം. പ്ലാന്റ് ആൻഡ് ആനിമൽ ഡിസീസും എപ്പോഴും ചോദിക്കുന്നതാണ്. കഴിഞ്ഞ കൊല്ലത്തെ മോഡലിനും ചോദിച്ചിട്ടുണ്ട്, കഴിഞ്ഞ കൊല്ലത്തെ ഫൈനൽ എക്സാമിനും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ പ്ലാന്റ് ഡിസീസ് ആയിരിക്കും, അല്ലെങ്കിൽ ആനിമൽ ഡിസീസ് ആവും. കഴിഞ്ഞ കൊല്ലം മോഡലിന് ചോദിച്ചത് രണ്ടും കൂടി രണ്ടല്ല, ആക്ച്വലി ഹ്യൂമനും പ്ലാന്റും ആനിമലും മൂന്നിലും കൊടുത്തിട്ട് അങ്ങനെ ഒരു വെൻ ഡയഗ്രം പോലെ എന്തോ ഒരു സാധനം അങ്ങനെ കൊടുത്തിട്ടാണ് ചോദിച്ചത്. അപ്പൊ അത് ചോദിക്കും, അത് അറിഞ്ഞിരിക്കും. അപ്പൊ ഏതാണ് ബാക്ടീരിയൽ, ഫംഗൽ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ പഠിക്കാം. സോൾജേഴ്സ് ഓഫ് ഡിഫൻസ്, പ്രതിരോധത്തിന്റെ കാവലാളുകളിൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ രീതികളാണ് അല്ലേ. യെസ്, അതായത് നമുക്ക് പ്രൈമറി ഡിഫൻസും സെക്കൻഡറി ഡിഫൻസും ഉണ്ടല്ലോ. ഓക്കെ, അതായത് ഇപ്പൊ ഇയർ വാക്സ് അല്ലെ, അതേപോലെ തന്നെ എന്താണ് നമ്മളെ കണ്ണുനീര്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ, അത് പഠിക്കാം. സ്കിന്ന് വളരെ ഇമ്പോർട്ടന്റ്. അതിൽ തന്നെ കെരാറ്റിൻ
ഒക്കെ എടുത്ത് ചോദിക്കാറുണ്ട്. മാർക്കിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ. യെസ്, കെരാറ്റിൻ ചോദിക്കാറുണ്ട്. ആൻഡ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ്, അതായത് WBC അല്ലെ, ശ്വേതരക്താണുക്കൾ. WBCs ഏതൊക്കെ ടൈപ്പ് ഉണ്ട്? 5 ടൈപ്പ് ഉണ്ട് അല്ലെ. ഈസ്നോഫിൽ, ബേസോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്, ന്യൂട്രോഫിൽ, എല്ലാത്തിന്റെയും ഫങ്ഷൻസ് പഠിക്കണം. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ആ വലിയൊരു പെട്ടി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ടല്ലോ, അത് പഠിച്ചു വെച്ചോളൂ. അതിന്റെ കൂടെ തന്നെ എന്താണ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് അല്ലെ. ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ചോദിക്കാറുണ്ട്. വീങ്ങൽ പ്രതികരണം എങ്ങനെ ഉണ്ടാവുന്നു, ഫ്ലോ ചാർട്ട് പോലെയാണെന്ന് ചോദിക്കാറുള്ളത്. അല്ലെങ്കിൽ കുറച്ച് സ്റ്റെപ്സ് തരും, നിങ്ങളോട് അത് ഓർഡറിൽ എഴുതാനായിട്ട് പറയുകയാണ് ചെയ്യുക കേട്ടോ. പിന്നെ ഫാഗോസൈറ്റോസിന്റെ ചിത്രം ഭയങ്കര വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2 മാർക്കിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കാര്യമാണ്, അത് അറിഞ്ഞിരിക്കണം കേട്ടോ. യെസ്. പിന്നെ അതില് നമ്മുടെ ബ്ലഡ് ക്ലോട്ടിങ്, നമ്മൾ എപ്പോഴും പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടായി വിട്ട് കളയുന്ന ഒരു ഭാഗമാണ് ബ്ലഡ് ക്ലോട്ടിങ്. രക്തം കട്ടപിടിക്ക് പഠിക്കാൻ നമുക്ക് ആർക്കും ഇഷ്ടമുണ്ടാവില്ല, കുറെ വാക്കുകൾ ഉള്ളതുകൊണ്ട്. പക്ഷെ മക്കളെ അതൊരു ഷുവർ ക്വസ്റ്റ്യൻ തന്നെയാണ്. എപ്പോഴും ചോദിക്കാറില്ല, എങ്ങനെയെങ്കിലും ഒക്കെ അതിന്റെ ഒരു കാര്യം ചോദിക്കുക. ചിലപ്പോൾ അതിൽ വളരെ ഈസി ആയിട്ടുള്ള രീതി ചോദിക്കും, ഏത് വിറ്റാമിൻ ആണ് ഹെൽപ്പ് ചെയ്യുക, അങ്ങനെ അടക്കം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ്. അപ്പൊ അതൊന്ന് നോക്കിയിട്ട് തന്നെ പോവാ കേട്ടോ. അതേപോലെ തന്നെ അങ്ങനെ ചോദിക്കാറില്ല. പക്ഷെ ഇത് ഫീവറിന്റെ പഠിക്കണം അല്ലേ? 1-2 തവണ, 1-2 അല്ല അതിൽ കൂടുതൽ തവണ ചോദിച്ചിട്ടുണ്ട്. അതെ, അപ്പൊ ഫീവറും നിങ്ങൾ ഒന്ന് നോക്കാം. പിന്നെ അതിന്റെ കൂടെ തന്നെ ബി ലിംഫോസൈറ്റും ടി ലിംഫോസൈറ്റിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് അത് ആദ്യം ചോദിക്കുന്ന ഒരു ഭാഗം ആയിരുന്നില്ല. എനിക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇതിപ്പോ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാം. അതായത് എനിക്ക് തോന്നുന്നു എല്ലാ പോയിന്റ്സും തന്നിട്ട് ഇതിൽ ടീത ഏതൊക്കെയാണ് വേർതിരിച്ച് എഴുതാൻ പറയും. ഓക്കെ, അങ്ങനെയാണ് അവിടുന്ന് ചോദ്യങ്ങൾ വരാറുള്ളത്. അതിൽ ഇമ്മ്യൂണൈസേഷന്റെ ഭാഗം ചോദിക്കും, വാക്സിന്റെ കാര്യം, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. യെസ്, അതൊക്കെ അതാ ഇമ്മ്യൂണൈസേഷൻ വരുന്ന പിന്നെ ആന്റിബയോട്ടിക്സ്, അത് നിങ്ങളോട് വളരെ ഇമ്പോർട്ടന്റ്. ആന്റിബയോട്ടിക്സിന്റെ സൈഡ് എഫക്ട്സ് ചോദിക്കും, പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ചോദിക്കും. സൈഡ് എഫക്ട്സ് ആണ് എപ്പോഴും ആന്റിബയോട്ടിക്കിൽ ഇമ്പോർട്ടന്റ്. ആദ്യത്തെ ആന്റിബയോട്ടിക് കണ്ടുപിടിച്ചത് ആരാണ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ 1 മാർക്കിനൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കാം. പിന്നെ ഫസ്റ്റ് എയ്ഡ് ചിലപ്പോൾ അത് പക്ഷേ ജനറലി നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കാര്യം. അത് നിങ്ങൾ ചിലപ്പോൾ അതിനായിട്ട് കുറെ ടൈമോ എഫോർട്ടൊന്നും അതിലിടൊന്നും വേണ്ട. നിങ്ങൾക്ക് ജനറലി എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുക, കൈ ഒടിഞ്ഞാൽ എന്താ ചെയ്യുക, കാലൊടിഞ്ഞാൽ എന്താ ചെയ്യുക, ഇങ്ങനെയുള്ള അങ്ങനെയുള്ള നമുക്ക് ജനറൽ ആയിട്ടുള്ള നമ്മുടെ കാര്യങ്ങൾ നോക്കുന്ന കാര്യമാണ്. പിന്നെ അതിൽ മക്കൾ നിങ്ങൾ പഠിക്കാതെ പോവേണ്ടാത്ത ഒരേ ഒരു ടോപ്പിക് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പറയും ബ്ലഡ് ഗ്രൂപ്പ്. അതിന് മുന്നേ ECG, EEG അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ആക്ച്വലി പണ്ടൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ ജസ്റ്റ് ആ ടേബിൾ തന്നിട്ട് അവിടെ ഗ്യാപ്പ് തന്നിട്ട് ഫില്ല് ചെയ്താൽ മതി. പക്ഷെ ഇപ്പൊ എങ്ങനെയാ ചോദിക്കുന്നതെന്ന് വെച്ചാൽ, അതായത് ഇപ്പൊ നമുക്ക് എങ്ങനെയാണ് ഉള്ളിലുള്ള ആന്തരാവയവങ്ങളുടെ എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും, അതിന് വേണ്ട ചില മാർഗങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ എടുത്ത് ചോദിക്കാറുണ്ട്. ക്വസ്റ്റ്യൻ ഒന്ന് വളച്ചു ചോദിക്കും. ബേസിക്കലി ആൻസർ ഈ ടേബിൾ തന്നെ ആയിരിക്കും. അപ്പൊ അത് നോക്കുക. ബ്ലഡ് ഗ്രൂപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബ്ലഡ് ഗ്രൂപ്പ് അറിയാതെ പോവരുത്. ബ്ലഡ് ഗ്രൂപ്പിൽ ഓരോന്നും കാണുന്ന ആന്റിജൻ ഏതാണ്, ആന്റിബോഡി ഏതാണെന്നുള്ള കാര്യങ്ങൾ. അത് മാത്രമല്ല, എന്തുകൊണ്ടാണ് ഈ ബ്ലഡ് ഗ്രൂപ്പുകാരന് മറ്റൊരു ബ്ലഡ് ഗ്രൂപ്പുകാരന്റെ രക്തം സ്വീകരിക്കാൻ പറ്റാത്തത് അല്ലെ, അങ്ങനത്തെ ചോദ്യം. ക്യാൻ എക്സ് റിസീവ് ബ്ലഡ് ഓഫ് വൈ, അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഫൈനലി ഡിഫൻസ് പ്ലാൻസും അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. അതിൽ ആ ക്യൂട്ടികളുടെ കാര്യവും സെൽവോളിന്റെ കാര്യം അത് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അതും നിങ്ങൾ വിട്ട് കളയാൻ പാടില്ല. അതാണ് ആ ഒരു ചാപ്റ്ററിൽ കാര്യമായിട്ട്. ഇത് നമ്മൾ അൺട്രാവലിംഗ് ജനറ്റിക് മിസ്റ്ററീസിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, ഇടപിരിയുന്ന ജനിതക രഹസ്യങ്ങളിൽ നിങ്ങൾ എന്തായാലും പഠിക്കേണ്ടത് ഒന്ന് മെന്റലിന്റെ ക്രോസുകളാണ്. ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് മെന്റലിന്റെ ക്രോസ് ആണ്. നമുക്ക് മോണോ ഹൈബ്രിഡ് ക്രോസ്, ഡൈ ഹൈബ്രിഡ് ക്രോസ്, അതായത് ഒരൊറ്റ സ്വഭാവം വെച്ചിട്ടുള്ള ക്രോസ് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ 2 സ്വഭാവങ്ങളുടെ ക്രോസ് നമുക്ക് പഠിക്കാനുണ്ട്. അതിന് 2 സ്വഭാവങ്ങളുടെ ക്രോസ് അധികവും ചോദിക്കാറില്ല. പക്ഷെ ഒരു സ്വഭാവത്തിന്റെ ക്രോസ് ഉണ്ടല്ലോ, നമ്മൾ ആദ്യം പഠിക്കുന്ന ക്രോസ് എപ്പോഴും ചോദിക്കുക റേഷ്യോ ആണ്. റേഷ്യോയും ചോദിക്കും. ഇതിൽ നിന്ന് ബീജകോശങ്ങൾ, ഗാമീറ്റുകൾ എടുത്ത് എഴുതാൻ പറയും. നിങ്ങൾക്ക് ആ മറ്റേ പുനറ്റ് സ്ക്വയർ ഒന്നും വരച്ച് ചെയ്യാനൊന്നും ഇല്ല, അങ്ങനെ ചോദിക്കാറില്ല. പക്ഷെ ഗമീറ്റ്സ് എഴുതാനും പറയും, റേഷ്യോയും ചോദിക്കും. പിന്നെ നിങ്ങൾ ക്രോസ് ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന ക്രോസ് ഇല്ലേ, ഒറ്റൊരു സ്വഭാവം എങ്ങനെയാണ് അടുത്ത തലമുറയിലേക്ക് വ്യാപരിക്കുന്നത്, ഒരു ക്രോസ് നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. ടോള്, ഡ്വാർഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ സാധനമാണ് ചോദിക്കാറുള്ളത് കേട്ടോ. പിന്നെ എല്ലാത്തിന്റെയും റേഷ്യോ നിങ്ങൾ പഠിക്കുക. വെരി ഇമ്പോർട്ടന്റ്. DNA സ്ട്രക്ചർ പഠിക്കണം. DNA കണ്ടുപിടിച്ച ആളേതാണ്, ഏതൊക്കെ ന്യൂക്ലിയോടൈഡുകൾ ഉണ്ട്, ആരാരായിട്ട് പെയർ ചെയ്യും, DNA അതെപ്പോഴും 1 മാർക്കിന് ചോദിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റൻ ആയിട്ട് എപ്പോഴും ആദ്യത്തെ 5 എണ്ണത്തിൽ ഒരെണ്ണതായിരിക്കും. G ആരായിട്ട് പെയർ ചെയ്യും, T ആരായിട്ട് പെയർ ചെയ്യും എന്നുള്ള കാര്യങ്ങൾ കേട്ടോ. പിന്നെ DNA RNA തമ്മിലുള്ള വ്യത്യാസം ചോദിക്കാറുണ്ട്. ന്യൂക്ലിയോടൈഡിന്റെ സ്ട്രക്ചർ ചോദിക്കാറുണ്ട് അല്ലെ. ഫോസ്ഫേറ്റ്, ഷുഗർ മോളിക്യൂള്, നൈട്രജൻ ബേസ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ന്യൂക്ലിയോടൈഡിന്റെ സ്ട്രക്ചർ ഇല്ലാത്ത ചോദ്യ പേപ്പറുകളും വളരെ കുറവാണ്. അടുത്തത് പ്രോട്ടീൻ സിന്തസിസ്. വെരി 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 വിചാരിക്കുന്നത് എവിടെ ടെക്സ്റ്റിൽ പ്രോട്ടീൻ സിന്തസിസിനെ പറ്റി പറയുന്നത് ആക്ഷൻ ഓഫ് ജീൻസ് എന്ന് പറഞ്ഞൊരു പിക്ചർ, ജീനുകളുടെ പ്രവർത്തനം. ഈ ജീനുകളുടെ പ്രവർത്തനം എന്ന് പറയുന്ന സാധനം ബേസിക്കലി നിങ്ങളുടെ ആക്ച്വലി പിക്ചർ അടക്കം തന്നു ചോദിച്ചിട്ടുണ്ട് ഒരിക്കൽ. കുറെ പേര് എഴുതിയ ഉത്തരം ജീനുകളുടെ പ്രവർത്തനം എന്നുള്ളതാണ്. അതിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. അതിൽ നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി പ്രോട്ടീൻ സിന്തസിസ് ആണ്, പ്രോട്ടീൻ നിർമ്മാണമാണ്. അപ്പൊ അത് തന്നെ എഴുതണം.
അതിൽ ഓരോ ആൾക്കാരും tRNA-യുടെ റോൾ എന്താണ്, mRNA-യുടെ റോൾ, ഏതൊക്കെ തരം RNA-കളാണുള്ളത്. അതുപോലെ തന്നെ ചോദിക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പ്രോസസ്സ് എവിടെ വെച്ച് നടക്കുന്നു. mRNA ഉണ്ടാകുന്നത് ന്യൂക്ലിയസിൽ, പ്രോട്ടീൻ നിർമ്മാണം നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലെ റൈബോസോമിൽ വെച്ചിട്ടാണ്. അപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ആ സ്ട്രക്ചർ എന്തായാലും പഠിച്ചിട്ടുള്ള ഡയഗ്രം ഉണ്ടല്ലോ, ഒരു പെട്ടിയിൽ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ടല്ലോ, അത് എന്തായാലും പഠിച്ചു വെച്ചോളാം. സെക്സ് ഡിറ്റർമിനേഷൻ വെരി ഇമ്പോർട്ടന്റ്, ക്രോമസോംസ് വെരി ഇമ്പോർട്ടന്റ്. മൊത്തത്തിൽ എത്ര തരം ക്രോമസോമുകൾ ഉണ്ട്, ഏതൊക്കെ തരമാണുള്ളത്? സൊമാറ്റിക് ഉണ്ട് അല്ലെ, സ്വരൂപ ക്രോമസോമുകളും ഉണ്ട്, ലിംഗനിർണ്ണയ ക്രോമസോമുകളും ഉണ്ട്. എത്ര എണ്ണമുണ്ട്, സ്ത്രീയിലും പുരുഷനിലും സെക്സ് ക്രോമസോംസിലുള്ള വ്യത്യാസം എന്താണ്? അതിന്റെ കൂടെ തന്നെയാണ് സെക്സ് ഡിറ്റർമിനേഷൻ, ലിംഗനിർണ്ണയം ചോദിക്കുക. ആരാണ്, അച്ഛനാണോ അമ്മയാണോ കുഞ്ഞിന്റെ ലിംഗം നിർണ്ണയിക്കുന്നത്? ആൻഡ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ് ആണ്, 1 മാർക്ക് ചോദ്യമാണ്, ത്വക്കിന്റെ നിറം ഇല്ലേ, ഈ ഒരു സ്കിൻ കളർ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു പിഗ്മെന്റിന്റെ പേര് ചോദിക്കും അല്ലെ, മെലാനിൻ. മെലാനിൻ തന്നെ ഞാൻ എഴുതാണ്, കാരണം അതിൽ നിന്ന് അത് മാത്രമേ ചോദിക്കാറുള്ളൂ. യെസ്, ക്രോസിംഗ് ഓവർ വിത്ത് ചിത്രം അല്ലെ, ആ ചിത്രം എന്തായാലും തന്നിട്ട് നിങ്ങളോട് തന്നിരിക്കുന്നത് എന്ത് പ്രോസസ്സാണ്, അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, അതൊക്കെ ചോദിക്കും. ഓക്കെ, നിങ്ങൾ ക്രോസിംഗ് ഓവർ, ക്രോമസോമിന്റെ മുറിഞ്ഞു മാറൽ എന്നൊക്കെ എഴുതേണ്ടി വരും, എക്സ്പ്ലെയിൻ ചെയ്യാനാണ് എന്നുള്ള കാര്യങ്ങൾ പോയിന്റ്സ് ചെയ്താൽ. പിന്നെ ഈ മെലനിൻ, അത്രയാണ് നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ നോക്കാനുള്ളത്. പിന്നെ ജെനറ്റിക്സ് ഓഫ് ദ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ ചെറിയൊരു ചാപ്റ്റർ ആണ് അല്ലെ. ആദ്യം തന്നെ എന്ത് ചെയ്യുക, ഇൻസുലിന്റെ നിർമ്മാണം പഠിച്ചോളൂ. ഇൻസുലിൻ പ്രൊഡക്ഷൻ പഠിക്കാനുണ്ടല്ലോ. ഇൻസുലിന്റെ നിർമ്മാണത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, എൻസൈമുകളുടെ പേരുണ്ടല്ലോ, ജെനറ്റിക് സിസർ ഏതാ, ജെനറ്റിക് ഗ്ലൂ ഏതാണ്, പിന്നെ പ്ലാസ്മിഡിന്റെ ഫംഗ്ഷൻ എന്താണെന്നൊക്കെ അവിടെ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും അല്ലെ. അപ്പൊ എന്ത് ചെയ്യുക, ഇൻസുലിൻ പ്രൊഡക്ഷൻ അങ്ങോട്ട് പഠിച്ചു വെച്ചോളുക. യെസ്, ഇൻസുലിൻ നിർമ്മാണം പഠിച്ചു. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ നമുക്ക് ജീൻ തെറാപ്പി ഒക്കെ വരുന്ന ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് ഉണ്ടല്ലോ, അതിൽ ജീൻ തെറാപ്പി എന്താണ്, ജീനോം എന്താണ് അല്ലെ, അങ്ങനത്തെ കുറച്ച് പോയിന്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ജങ്ക് ജീനുകൾ എന്താണ്, ഇതൊക്കെ എന്താണെന്ന് പഠിക്കണം. കാരണം മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ഇതിന് മുന്നേ ചോദിച്ചിട്ടുണ്ട്. യെസ്, പിന്നെ നമുക്ക് ഒരു ഇന്റർഫെറോൺ, സൊമാറ്റോഫോർ ടേബിൾ കൊടുത്തിട്ടുണ്ട്. യെസ്, ആ ടേബിൾ ജസ്റ്റ് ഒന്ന് വായിക്കാം. അതും ഈ പറയുന്ന പോലെ ഒന്നെങ്കിൽ 1 മാർക്കിനൊക്കെ ആയിട്ടാണ് ചോദിക്കാറുള്ളത് യൂഷ്വലി. അപ്പൊ ജസ്റ്റ് ആ ടേബിൾ നോക്കി വെച്ചാൽ മതി. പിന്നെ അതില് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഇതില്ലാത്ത ചോദ്യ പേപ്പറുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. DNA ഫിംഗർ പ്രിന്റിംഗ് കണ്ടുപിടിച്ചത് ആരാണ്, ഇതിന്റെ അഡ്വാൻറ്റേജുകൾ അല്ലെങ്കിൽ ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് അല്ലെ, എന്തിനു വേണ്ടിയിട്ട് നമ്മൾ DNA ഫിംഗർ പ്രിന്റിംഗ് ഉപയോഗിക്കുന്നു, തന്നിരിക്കുന്നതിൽ പ്രതി ആരാണ്, അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ അതിൽ അവസാനം കൊടുത്തിരിക്കുന്ന കുറച്ച് ചാലഞ്ചസ്, നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും പ്രശ്നങ്ങൾ എന്നൊക്കെ ചോദിച്ച് നമ്മൾ അതിലാണ് തോന്നുന്നു ബയോ വെപ്പൺ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ഒരു 3 പോയിന്റ്സ് കൊടുത്തിട്ട് അതൊന്ന് വായിച്ചു പോവാം. അത് ചിലപ്പോൾ അങ്ങനെയായിരിക്കും എക്സാമിൽ ചിലപ്പോൾ നിങ്ങളുടെ അഭിപ്രായമായിട്ട് ചോദിക്കും. ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഒരു ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു സാധനം ശരിക്കും നല്ലതാണോ അല്ലയോ, അത് നിങ്ങളുടെ ഒരു അഭിപ്രായം രേഖപ്പെടുത്താൻ പറയും. അപ്പൊ നിങ്ങൾക്ക് ആണെങ്കിലാണ്, അല്ലെങ്കിൽ അല്ല എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എഴുതാം. അപ്പൊ അങ്ങനെ ഒരു രീതിയിലാവും ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ 1-2 സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതൊന്ന് വായിച്ചു പോയാൽ മതി. Yes, and the last chapter, paths traversed by life. ജീവൻ പിന്നിട്ട പാതകളിൽ നമുക്ക് എന്തായാലും പഠിക്കേണ്ടത് പാൻസ്പെർമിയ സിദ്ധാന്തം പഠിക്കണം, കെമിക്കൽ എവല്യൂഷൻ തിയറി പഠിക്കണം, അതിന്റെ കൂടെ തന്നെ യുറേ മില്ലർ എക്സ്പെരിമെന്റും. എല്ലാ തിയറീസും, ട്രാൻസ്ഫോർമിയം, കെമിക്കൽ എവല്യൂഷനും, അതിൽ യുറേ മില്ലറിന്റെ കാര്യവും അതും നിങ്ങൾ പഠിച്ചിരിക്കും. യുറേ മില്ലറിന്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഒരു ഗ്ലാസ് അപ്പാരറ്റസ്, അത് ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ചിത്രം ലേബൽ ചെയ്യാൻ വരെ പറയും, ആ ചിത്രം ലേബൽ ചെയ്യാൻ വരെ ചോദിക്കാറുണ്ട് കേട്ടോ. പിന്നെ ലമാർക്കിസത്തിൽ നിന്ന് അത്ര ചോദ്യങ്ങൾ ചോദിക്കാറില്ല, പറയാറില്ല, പക്ഷെ എന്നാലും ചിലപ്പോ ഒന്ന് ചോദിച്ചേക്കാം. ജിറാഫിന്റെ കഴുത്ത് നീണ്ടത് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ചോദിക്കും. ചിലപ്പോ എന്താണ് ലമാർക്ക് പറഞ്ഞ അത്രേ ചോദിക്കും. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ചാൾസ് ഡാർവിന്റെ നാച്ചുറൽ സെലക്ഷൻ തിയറി അല്ലെ, പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തത്തിൽ ഫ്ലോ ചാർട്ട് ചോദിച്ചിട്ടില്ല. എടാ, നാച്ചുറൽ സെലക്ഷൻ ചോദിക്കാത്ത ഒരു കൊല്ലവും ഇല്ല. എല്ലാ കൊല്ലവും എന്നുള്ളോണം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത്. അതെന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതെന്താണ്, അതിലുള്ള ആ ടേബിള്, ആ ഫ്ലോ ചാർട്ട് അല്ലെ, ഒരു ഫേവറബിൾ വേരിയേഷൻ അല്ലെങ്കിൽ അൺഫേവറബിൾ വേരിയേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫ്ലോ ചാർട്ട് പഠിക്കാറുണ്ട്. ആ ഫ്ലോ ചാർട്ടാണ് ഇമ്പോർട്ടന്റ്. ആൻഡ് ഓൾസോ ഇതിൽ ചോദിക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ ഡ്രോബാക്ക്, അതായത് ഈ തിയറിയുടെ ഡ്രോബാക്ക് എന്താണ്, ലിമിറ്റേഷൻ എന്താണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോഴാണ് നിങ്ങൾ മ്യൂട്ടേഷൻ തിയറി പഠിക്കണം. അപ്പം അല്ല, അതിന്റെ കൂടെ നിങ്ങൾ മ്യൂട്ടേഷൻ തിയറി കൊണ്ടുവന്നത് ആരാണെന്ന് പഠിക്കണം. ആൻഡ് വെരി വെരി ഇമ്പോർട്ടന്റ്, എവിഡൻസസ് ഓഫ് എവല്യൂഷൻ. ഓക്കെ, അതായത് നമ്മുടെ പരിണാമത്തിന്റെ തെളിവുകൾ, 4 തെളിവുകളാണ്. 4 പഠിക്കണം. ചില തവണകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4ഉമായിട്ട് ചോദിക്കാറുണ്ട്. ചിലപ്പോൾ അതിൽ ഏതെങ്കിലും 2 എഴുതുമെന്ന് പറയും. ഒരു ഗ്യാരണ്ടിയിൽ ഏതാ ചോദിക്കും. അതെ, ചിലപ്പോൾ 4 ചോദിക്കും. അത് അറിഞ്ഞു വെക്കുക. ആൻഡ് അവസാനം അതിൽ പറയുന്ന എവിഡൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ജസ്റ്റ് ആ ഒരു നമ്മുടെ ഹൊമിനോയിഡിയും കമ്പാരിസൺ അല്ലെ, ഒരു സാധനം, ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലെ, ഗിബ്ബോൺ, ഒറാങ്കുട്ടാൻ, മങ്കി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതില് ലൈക്ക് ആ ഒരു സാധനം തന്നിട്ട്, ആ ഒരു ട്രീ തന്നിട്ട്, എവല്യൂഷണറി ട്രീ ആണത്, അത് തന്നിട്ട് എന്ത് ചെയ്യും, നിങ്ങളോട് ഫില്ല് ചെയ്യാൻ പറയും അവിടെ ഗ്യാപ്പ്. അതുപോലെ ആന്ത്രോപോയിഡിയും സെർക്കോപിത്തക്കോയിഡും തമ്മിൽ കമ്പയർ ചെയ്യാനൊക്കെ നിങ്ങളോട് പറയും കേട്ടോ. അത് ജസ്റ്റ് ചോദിക്കും. പിന്നെ അതിൽ ലാസ്റ്റ് ഭാഗത്ത് നിന്ന് യൂഷ്വലി ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കാറില്ല.
ഇപ്പൊ ആ ഒരു എവല്യൂഷൻ നടന്നത്, മനുഷ്യന്റെ എവല്യൂഷൻ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. പക്ഷെ ഒരു തവണ ചോദിച്ചു, എനിക്ക് തോന്നുന്നു 2021 തോന്നുന്നത്, 2021 ഒരു തവണ നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളുടെ അടുത്തത് ഓർഡറിൽ എഴുതാൻ പറഞ്ഞു. അപ്പൊ ഫസ്റ്റ് ആരാണ്, അപ്പൊ ഹോമോസാപ്പിയൻസ് എന്നിട്ട് നിയാണ്ടർതാലൻസസ്, അപ്പൊ ഇങ്ങനെ കുറെ എണ്ണം തരുമ്പോ അത് ഓർഡറിൽ എഴുതാൻ പറഞ്ഞു. അപ്പൊ ആ ഓർഡർ ഒന്ന് പഠിച്ചു വെച്ചോ. അല്ലാണ്ട് ഇപ്പൊ നിങ്ങളുടെ അതിൽ നിന്ന് ഇയാൾ എവിടെ നിന്നുണ്ടായ, ഏഷ്യ എന്നാണോ മറ്റേ കൂട്ടർ ആഫ്രിക്ക എന്നാണോ ചോദിക്കൊന്നുമില്ല. ജസ്റ്റ് ആ ഓർഡർ ഒന്ന് പഠിച്ചു വെക്കുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അതിൽ നിന്ന് അങ്ങനെ ഒരു എന്താ പറയാ വളരെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ഒന്നും അല്ല, പക്ഷെ ഒന്ന് അറിഞ്ഞു വെച്ച് പോയാൽ നല്ലതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഓരോ ചാപ്റ്ററിലും ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഒക്കെ ഞങ്ങൾ പറഞ്ഞു തന്നു. ഇപ്പൊ ഇതിനോടൊപ്പം കുറെ കുട്ടികൾ ചിലപ്പോൾ ബയോളജി ഒക്കെ ഓൾറെഡി പഠിച്ചിട്ട് ചിലപ്പോൾ മേ ബി റിവൈസ് ചെയ്യാൻ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരോട് പറയാനുള്ളത്, ഈ പറഞ്ഞ ടോപ്പിക്കുകളെല്ലാം നിങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇനി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ടോപ്പിക്കുകളൊക്കെ നിർബന്ധമായിട്ടും നിങ്ങൾ പഠിക്കണം. പഠിച്ചില്ലേ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ എക്സാം എഴുതാൻ പോവാൻ പാടുള്ളൂ. നമ്മള് ലൈവില് ഡിസ്കസ് ചെയ്യാൻ പോകുന്നപ്പോൾ ലൈവിൽ നമ്മൾ പിക്ചേഴ്സ് മാത്രമായിട്ട് എല്ലാ കാര്യങ്ങളും ഓരോ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ഡയഗ്രാംസ് മാത്രം നമ്മൾ പറയുന്നുണ്ട്. അത് കൂടാതെ നമുക്ക് മാരത്തോൺ നമ്മൾ നാളെ എന്ത് ചെയ്യുന്നുണ്ടാവും, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അതാണ്. അപ്പൊ നിങ്ങൾക്ക് ആ ടോപ്പിക് പഠിച്ച് കഴിഞ്ഞവർക്കാണെങ്കിലും നല്ലതായിരിക്കും അത് നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് കാണുന്നത്. അല്ലാത്തവർക്കും മനസ്സിലാവും ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ലൈവിലേക്ക് വരണം. നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നു, ലൈവിലാണ് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ട്. കാരണം നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ഷോർട്സും കോണ്ടന്റ് വീഡിയോസും വരുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരണം. ആൻഡ് ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും ഇത് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നുണ്ട് ഞങ്ങൾ, അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈവിന് വരുമ്പോൾ അവരെയും കൂട്ടി വരിക. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ഓൾസോ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കമന്റ് അറിയിക്കുക. ഇപ്പൊ എന്തെങ്കിലും നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ലൈവിൽ നാളെ നമ്മൾ എന്ത് ചെയ്യാം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളിലും നിങ്ങൾക്ക് കുറെ പേര് കോമൺ ആയിട്ട് പറയുന്ന ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ നാളെ ലൈവിൽ ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വരുന്ന ഡൗട്ട്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് ഏത് ഭാഗത്തുനിന്നാണ് ക്വസ്റ്റ്യൻസ് വേണ്ടത് കൂടുതൽ, അല്ലെങ്കിൽ ഏതാണ് നിങ്ങൾക്ക് അറിയാത്തത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യണം. കാരണം നമ്മൾ ഉറപ്പായിട്ടും കമന്റ്സ് വായിക്കും. നമ്മൾ അതിനനുസരിച്ച് നാളെ ലൈവിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. നമുക്ക് ലൈവിൽ കാണാം. ചിൽഡ്രൻ ബൈ.